കേരളത്തിൽ ഏറ്റവും കൂടുതൽ കോളുകളൊക്കെ ഉണ്ടാക്കിയ സംഭവം നമ്മുടെ സന്തോഷ് മാധവൻ്റെ ഭൂമിയുമായി ബന്ധപ്പെട്ടും അയാളുടെ മറ്റു വിധത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിയായിട്ട് ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഒരു വാർത്തയിലേക്ക് പത്രങ്ങളിൽ വരാതെ നേരിട്ട് കേരള ശബ്ദം പോലുള്ള വാരികയിൽ അജയൻ MR എന്ന് പറയുന്ന പത്രപ്രവർത്തനത്തിലൂടെ അത് വരാനിടയായ സാഹചര്യങ്ങൾ വിശദമാക്കും. 2008 ഈ സംഭവം നടക്കുന്നത്. സന്തോഷ് മാധവൻ എന്ന് പറഞ്ഞ സംഭവം ഒരു 2 മെയ് മാസമാണെന്ന് തോന്നുന്നു. സന്തോഷ് മാധവൻ അന്ന് താമസിച്ചിരുന്നത് എറണാകുളം കടവന്ത്രയിലൊരു ഫ്ലാറ്റിൽ നമ്മുടെ കമലാദാസ് മാധവക്കുട്ടി താമസിച്ചിരുന്ന ഫ്ലാറ്റിൻ്റെ തൊട്ട് താഴെയായിരുന്നു. അവരും സന്തോഷ് മാധവനും നല്ല അടുത്ത ബന്ധമായിരുന്നു. അവർക്കറിയില്ല ഇയാൾ തട്ടിപ്പുകാരനാണെന്നൊന്നും അവർക്കറിയില്ല. പാവശ്രീയായിരുന്നു അവർ. ഞാൻ പറഞ്ഞു തന്നതല്ല. ഈ സന്തോഷ് മാധവനെ ഞാൻ കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു ദിവസം എനിക്കൊരു ഫോൺ കോൾ വരുന്നതാണ്. ട്രിവാൻഡ്രത്തു നിന്നാണ് വിളിക്കുന്നത്. പേര് വർഗീസ് എന്നാണ് അയാളുടെ പേര്. ആ വർഗീസ് ഏട്ടൻ എൻ്റെ ചോദിച്ചു, ഞാനൊരു സ്റ്റോറി തരാം, നിങ്ങൾക്ക് ചെയ്യാൻ ധൈര്യമുണ്ടോയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് സ്റ്റോറിയാണെന്ന് എനിക്കറിയില്ല, പിന്നെ എന്നെ എന്തിനാണ് വെല്ലുവിളിക്കുന്നത്? നിങ്ങൾ സ്റ്റോറി പറയും, സ്റ്റോറി പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് ഓഫീസിൻ്റെ കൺസെൻറ്റും കൂടി എടുക്കണം. അല്ലാതെ ഒറ്റയടിക്ക് എനിക്ക് അങ്ങനെ സ്റ്റോറി ചെയ്യാനൊന്നും പറ്റത്തില്ല. അവരുടെ കൺസെൻറ്റും കൂടി വാങ്ങിച്ചിട്ട് നിങ്ങൾ പറയുന്ന എന്താണ് സ്റ്റോറി, അത് ശരിയാണോ തെറ്റോ ആണോ എന്നൊക്കെ അന്വേഷിച്ചതിന് മാത്രമേ ഞാൻ സ്റ്റോറി ചെയ്യുള്ളൂ. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു തട്ടിപ്പുകാരനായ സന്യാസിയുണ്ട്, ലോക ഫ്രോഡാണ്. ആ സ്റ്റോറി വരാൻ വേണ്ടി ഞാൻ മനോരമക്കാരനെ സമീപിച്ചു. തിരുവനന്തപുരം ബ്യൂറോയിലുള്ള മനോരമയുടെ ഒരു ലേഖനെ സമീപിച്ചു. അദ്ദേഹം അയാളിൽ നിന്നും പണം വാങ്ങുക മാത്രമല്ല, അത് സന്തോഷ് മാധവനോട് ഈ വർഗീസാണ് ഈ ചോർത്തി കൊടുക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് സന്തോഷ് മാധവൻ അന്ന് ഭരണത്തിലുള്ള പിടിപാട് വെച്ചിട്ട് തന്നെ പോലീസുകാർ കൊണ്ട് നന്നായിട്ട് ഇടിച്ചെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ വർഗീസ് പുറത്തിറങ്ങിയപ്പോൾ വർഗീസ് എന്ത് ചെയ്തു, മാതൃമയുടെ ഒരു ബ്യൂറോയിൽ ചെന്നിട്ട് ഒരു ലേഖനം കണ്ടു. ആളും ചെയ്യാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ മറ്റേപോലെ മനോരമയുടെ അതേപോലെ അതേ അവസ്ഥ തന്നെയാണ് മാതൃഭൂമിയിലും സംഭവിച്ചത്. വീണ്ടും ഇയാളെ പോലീസ് കൊണ്ടുപോയി ഇടിച്ചു. അപ്പോൾ ഇയാൾക്ക് വാശിയായി, അത് പറ്റില്ല. അങ്ങനെയാണ് അന്ന് കേരളശബ്ദം കത്തി നിൽക്കുന്ന കാലമാണ്. ഏറ്റവും വലിയ സ്റ്റോറികൾ ചെയ്യുന്നത് മനോരമ മാതൃഭൂമിയൊന്നുമല്ല, കേരളശബ്ദം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റി ഭയങ്കര ഒന്നാണ്. അപ്പോൾ അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. ചിലപ്പോൾ ഒരു പക്ഷേ ഞാൻ പിന്നീട് അറിഞ്ഞത് എൻ്റെ ഓഫീസിൽ എൻ്റെ മാനേജിങ് എഡിറ്റർ ഡോക്ടർ BA രാജാകൃഷ്ണനെ വിളിച്ചിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റോറി ഉണ്ടെന്ന് അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, എറണാകുളത്തുള്ള അജയനെ വിളിക്കുക, ഞാൻ അജയൻ്റെ നമ്പർ തരാം, വിളിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ അതേസമയം കേരളത്തിൻ്റെ തിരുവനന്തപുരത്ത് ലേഖനമുണ്ട്, അവരുടെ പേരൊന്നും പുള്ളിക്കാരൻ പറഞ്ഞില്ല, 2 പേരാൻ പറഞ്ഞു. അപ്പോൾ എന്നെ വിളിച്ചു. അപ്പോൾ പുള്ളി ഇങ്ങനെ ഭയങ്കരമായിട്ട് വാചാലനാണ്. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ ഇത്തരം കാര്യങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നിങ്ങൾ സംഭവത്തിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് പുള്ളി പറഞ്ഞത്. വലിയൊരു തട്ടിപ്പുകാരനാണ് ഈ സന്യാസി സന്തോഷ് മാധവൻ. നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നാൽ ഞാൻ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എവിടെ വരണമെന്ന് വെച്ചു. നിങ്ങൾ ട്രിവാൻഡ്രത്ത് വരണമെന്ന് പറഞ്ഞു. ശരി. അപ്പോൾ ഞാൻ എറണാകുളത്ത് നിന്ന് KSRTC ബസ്സിൽ പുറപ്പെട്ടു. ആലപ്പുഴയിലെത്തിയപ്പോൾ ഞാൻ ഇയാളെ വിളിച്ചു. അന്ന് മൊബൈലുണ്ട്. ഞാൻ വിളിച്ചു, ഞാനിപ്പോൾ ആലപ്പുഴയിലെത്തി. അപ്പോൾ അയാൾ പറഞ്ഞ് കൊല്ലത്തെത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. ഞാൻ കൊല്ലത്തെത്തിയപ്പോൾ വിളിച്ചപ്പോൾ അയാൾ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ട്രിവാൻഡ്രത്ത് കേശവദാസ്പുരം അങ്ങനെ ഒരു സ്ഥലമുണ്ട്, അവിടെ എത്തുമ്പോൾ വിളിക്കാൻ പറഞ്ഞു. ഞാൻ എത്തിയപ്പോൾ വിളിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ യൂണിവേഴ്സിറ്റി ലൈബ്രറി ഉണ്ട്, അവിടെ ഇറങ്ങുക, എന്നിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു.
ഞാൻ അവിടെ എത്തി. അവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് അവിടെ ഇറങ്ങിയിട്ട് ഇയാളെ വിളിച്ചു. അപ്പോൾ പറഞ്ഞു മുന്നോട്ട് നടക്കാൻ പറഞ്ഞു എൻ്റെ അടുത്ത്. മുന്നോട്ട് നടന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മുന്നോട്ട് നടക്കുകയാണ്. അപ്പോൾ അവിടെ റൈറ്റിലേക്കൊരു വഴിയുണ്ടല്ലോ, അവിടെ ഉണ്ട്. അതിലേ നടന്ന് നേരെ പോയാൽ നിങ്ങൾ DCC ഓഫീസിലെത്തും. DCC ഓഫീസിന് മുന്നിലെത്തും, കോൺഗ്രസിൻ്റെ ഓഫീസ്. അതിൻ്റെ തൊട്ട് എതിർവശത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഏതോ ഒരു നമ്പർ പറഞ്ഞു, ഇപ്പോൾ ഞാനത് ഓർക്കുന്നില്ല. ആ ഫ്ലാറ്റിൽ വന്നാൽ എന്നെ കാണാം. അപ്പോൾ ഞാൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലെത്തി. ഞാൻ കോളിംഗ് ബെല്ലടിച്ചപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് അപ്പോൾ എനിക്ക് ഒത്തിരി ഭയം തോന്നി. കാരണം ഒരു സ്ത്രീയാണ്, ഇയാളല്ല. അതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ, വരൂ കയറിയിരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഒരു ആശ്വാസം, വർഗീസ് എന്ന് പറഞ്ഞ ഒരാൾ അറിയുമല്ലോ ഇവിടെ. അപ്പച്ചാൻ പറഞ്ഞ് വിളിച്ചവർ. അപ്പോൾ ഇയാൾ വന്നു, വർഗീസേട്ടൻ വന്നു. അപ്പോൾ ഇയാൾ ഇത്തിരി പ്രായമുള്ള മനുഷ്യനാണ്. പ്രായം എന്ന് വെച്ചാൽ ഒരു 60 വയസ്സുണ്ടാവും. ഒരു കതർ ഷർട്ടൊക്കെയാണ് ധരിച്ചിട്ടുള്ളത്. അപ്പോൾ നല്ല മുടിയൊക്കെ ധരിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനാണ് അജയൻ, കേരളത്തിൽ നിന്നുള്ള അജയൻ ഞാനാണ്, എന്താ നിങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇയാൾക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യാനൊന്നും അയാൾക്ക് അറിയില്ല. അപ്പോൾ അയാൾ മകളെ വിളിച്ചിട്ട് പറഞ്ഞു നീ ആ കമ്പ്യൂട്ടർ എടുത്ത് ഇൻ്റർപോളിൻ്റെ വെബ്സൈറ്റ് എടുക്കാൻ പറഞ്ഞു. ഇൻ്റർപോളിൻ്റെ വെബ്സൈറ്റ് എടുത്തിട്ട് അതിൽ വാണ്ടഡ് ഇതുണ്ട്, അത് നോക്കാൻ പറഞ്ഞു. അത് എടുക്കാൻ പറഞ്ഞു. എടുത്തിട്ട് എന്നെ കാണിച്ചു. എന്നിട്ട് മകളാണ് പിന്നെ ഡീൽ ചെയ്യുന്നത്. എന്നെ ഇത് കാണിച്ചത് ഇതാണ് എന്താ റെഡ് കോർണറാ അങ്ങനെ എന്തോന്ന്. അപ്പം ഞാനത് കണ്ടു. ഇതാണ് ഈ സന്തോഷ് മാധവൻ, കട്ടപ്പന സ്വദേശി, ഇടുക്കി ജില്ലയിൽ കട്ടപ്പന സ്വദേശി, മാധവൻ്റെയും തങ്കമണിയുടെയും മകൻ ആണ്. ഇയാൾ ഗൾഫെന്ന് വെച്ചാൽ ദുബായിൽ ഒരു ലേഡിയുടെ ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അവിടെ പരാതി കൊടുത്തു. പക്ഷേ ഇയാൾ ഇന്ത്യയിലാണല്ലോ. അങ്ങനെയാണ് ഇത് ഇൻ്റർപോളിൻ്റെ ഇതിലേക്ക് വരാൻ കാരണം. അപ്പോൾ ഇയാൾ ഇവിടെ കേരളത്തിൽ നിരവധി ആശ്രമങ്ങളുണ്ട്. അങ്ങനെ അയാൾ നടക്കണേന്ന്. ഇതാണ് നമ്മുടെ സ്റ്റോറി. അപ്പോൾ ശരി എന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ഉടനെ അവിടെ നിന്ന് ഇറങ്ങി. അപ്പുറത്ത് തിരുവനന്തപുരത്തും ടൗണിൽ അന്ന് ഇതുപോലെ ഇതില്ലേ കമ്പ്യൂട്ടർ സെൻ്ററൊന്നുമില്ല, ഇൻ്റർനെറ്റ് കിട്ടുന്ന സ്ഥലങ്ങളൊന്നുമില്ല. ഞാൻ ഒരു സ്ഥലം തേടി പിടിച്ച് അവിടെ ചെന്ന് ഞാൻ ഈ ഇൻ്റർപോളിൻ്റെ വെബ്സൈറ്റ് എടുത്ത് ഇവർ പറഞ്ഞൊരു നമ്പറുണ്ട്, അതൊക്കെ അടിച്ച് നോക്കി. സംഭവം ശരിയാണ്. ഇയാളുടെ ഫോട്ടോ ഒന്നും നമ്മുടെ സന്തോഷമാണ്. പക്ഷേ ഇത് ഓർത്തിട്ട് ഇങ്ങനെയൊക്കെ ഇയാൾ പറഞ്ഞത് കാര്യം വെച്ചിട്ട് നമുക്കൊരു സ്റ്റോറി അടിക്കാൻ പറ്റില്ല. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. ഒന്ന് സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു സന്യാസിയാണ് ഇയാൾ. അത് ചെയ്യണമെങ്കിൽ കൃത്യമായ തെളിവുകൾ നമ്മുടെ അടുത്ത് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടും രക്ഷയില്ല, എനിക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഗംഭീരമായ സ്റ്റോറിയാണ്, അത് തകർന്നു പോയി, ഇനി നടക്കില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് ഓഫീസിൽ നിന്നും പറഞ്ഞു കൃത്യമായ തെളിവ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ അത് ക്യാരി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല എന്നാണ്. ഞാൻ ഉടനെ എനിക്ക് ആ സ്റ്റോറിയോടുള്ള താല്പര്യം മൂലം ഞാൻ നേരെ ഇടുക്കിയിലേക്ക് പോയി. ഇടുക്കി ചെന്ന് കട്ടപ്പനയിൽ ചെന്ന് ഇയാൾ അന്വേഷിച്ചു. അപ്പോൾ അവിടുത്തെ ആൾക്കാരും പറഞ്ഞു ശരിയാണ്, ഇയാളൊരു സന്യാസിയാണ്, തട്ടിപ്പാണ് എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞു. ഒരു അഭിപ്രായമില്ല ഇയാളെ കുറിച്ച്, ഇയാളുടെ വീട്ടുകാരെ കുറിച്ച് അഭിപ്രായമില്ല. പക്ഷേ എന്നോർത്തിട്ട് നമ്മുടെ ഈ നാട്ടുകാരുടെ വർഷം വെച്ചിട്ട് സ്റ്റോറി അപ്പോഴും ചെയ്യാൻ പറ്റില്ല, തെളിവില്ല നമുക്ക്. ഇയാൾ കോടതിയിൽ പോയാൽ വലിയ ശിക്ഷ കിട്ടും നമുക്ക്. അതുകൊണ്ട് ഞാൻ വീണ്ടും തെളിവില്ലല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് മംഗളം എന്ന് പറയുന്ന പത്രത്തിൽ, അന്ന് മംഗളം പത്രത്തിൽ നമ്മൾ പണം കൊടുത്ത ബിസിനസ് പേജിൽ നമ്മുടെ ജീവചരിത്രം ഒരു പേജിൽ വലിയ ഷീറ്റിൽ കൊള്ളുന്ന ഒരു ജീവചരിത്രം തയ്യാറാക്കി പബ്ലിഷ് ചെയ്യും, പൈസ കൊടുത്താൽ മതി. അങ്ങനെ ഇയാൾ പൈസ കൊടുത്തിട്ട് ഇയാളുടെ ജീവചരിത്രം മംഗളം പത്രത്തിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ഭാഗ്യത്തിനും അയാളുടെ നിർഭാഗ്യത്തിനും എനിക്ക് കിട്ടി.
എൻ്റെ വന്നു. അപ്പോൾ അതിൽ നോക്കുമ്പോൾ അയാളുടെ ഒരു കോളത്തിൽ ഒരു ബയോഡാറ്റ അടപ്പുണ്ട്. ആ ബയോഡാറ്റയിൽ പറയുന്നത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പന സ്വദേശി തങ്കമണിയുടെയും മാധവൻ്റെയും മകൻ എന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് ഇൻ്റർപോളിൻ്റെ വെബ്സൈറ്റിലും കിടക്കുന്നത്. അപ്പോൾ കറക്റ്റായില്ല. അങ്ങനെയാണ് ആ സ്റ്റോറി ചെയ്യുന്നത്. ഇങ്ങനൊരു തട്ടിപ്പാരനുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് ആ സ്റ്റോറി ഭയങ്കര ക്ലിക്കായി എന്ന് മാത്രമല്ല, അതിന് പിന്നിൽ വേറെ ഒരു കഥയും കൂടിയുണ്ട്. അന്ന് മനോജ് എബ്രഹാമാണ് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷൻ. അപ്പോൾ നോർത്തിലാണ് ഇയാളുടെ ഒരു ആശ്രമം ഉള്ളത്. അപ്പോൾ നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു CI സാനു ആണെന്ന് തോന്നുന്നു, ആൾ ചാർജ് എടുക്കാൻ വേണ്ടി വരുന്നതാണ്. അപ്പോൾ ആൾ ചാർജ് എടുക്കുന്നതിന് മുമ്പ് മനോജ് എബ്രഹാമിനെ പോയി കണ്ടു. സാറേ, ഞാൻ ചാർജ് എടുക്കാൻ പോവുകയാണ്, അപ്പോൾ സാറിനൊന്ന് കാണാൻ വേണ്ടി വന്നാണെന്ന് പറഞ്ഞു. ആ ശരി. അവിടെ ഇയാൾ പോകാൻ നേരത്ത് മനോജ് പറഞ്ഞ്, അതെ, ഇത് കേരള ശബ്ദം എന്ന് പറഞ്ഞ ഇതിൽ ഒരു സ്റ്റോറി വന്നിട്ടുണ്ട്, ഇതൊന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. ആ സ്റ്റോറി സന്തോഷ് മാധവനെ കുറിച്ചിട്ടായിരുന്നു. ആ ശരി എന്ന് പറഞ്ഞിട്ട് ഇയാൾ പോയി. ഇയാൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ഇയാൾ ആരോടും ചോദിക്കാതെ നേരെ സന്തോഷ് മാധവൻ്റെ ആശ്രമം റെയ്ഡ് ചെയ്തു. ആശ്രമം റെയ്ഡ് ചെയ്തതോടുകൂടി കഥ മാറി. വിഷ്വലുകാർ കംപ്ലീറ്റ് ഈ വിഷ്വലെടുത്ത് ഭയങ്കര വാർത്തയായി. സന്യാസിയുടെ ആശ്രമം റെയ്ഡ് ചെയ്തു, തട്ടിപ്പ്. അങ്ങനെയാണ് ഈ കഥ പതുക്കെ വരുന്നതും. ഞാൻ പിന്നെ TV അന്തിച്ചർച്ചയ്ക്ക് പോകുന്നതും അങ്ങനെ പോകുന്നു. അപ്പോൾ എനിക്ക് ഭീഷണി വരുന്നു. ഇയാളാണെങ്കിൽ മുങ്ങിക്കളയുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവമുണ്ട്. ആ സന്തോഷ് മാധവനല്ല ഈ സന്തോഷ് മാധവനാക്കി മീഡിയ തന്നെയാണ് ചെയ്യുന്നത്. ഇത്രയും വലിയ ഇഷ്യൂ നടക്കുമ്പോൾ ഏഷ്യാനെറ്റ് പോലുള്ള ചാനൽ ഇയാളുടെ ഇൻ്റർവ്യൂ പബ്ലിഷ് ചെയ്തു. ഞാനല്ല അത്, ഇയാളെ വെള്ളം പൂശിക്കൊണ്ട്. അപ്പം നമ്മൾ തകർക്കാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. അന്ന് എൻ്റെ കൂടെ നിന്നത് കൈരളി TV മാത്രമാണ്. ഞാനും കൈരളി TV മാത്രമേ ഉള്ളൂ, ബാക്കി ആരുമില്ല. എല്ലാവരും സന്തോഷ് മാധവൻ്റെ കൂടെയാണ്. പക്ഷെ അയാൾക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇയാൾ മുങ്ങിയിട്ട് ഇയാളെ പിടിക്കുന്നത് ഈ വൈപ്പിൻ ആ ഭാഗത്തു നിന്നാണ്. ഇയാളെ നായരമ്പലത്തു നിന്നാന്ന് തോന്നുന്നു. അവിടെ നിന്ന് പിടിച്ചതിന് ശേഷം ഇഷ്യൂ ആയി. അപ്പോൾ ഇയാൾ തിരുവനന്തപുരത്ത് നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു DIG ആരും SP DIG ആരും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അജയ കുറച്ച് ദിവസം മാറി നിൽക്കണം, കുറച്ച് ദിവസം ഇവിടുന്ന് മാറി നിൽക്കണം. അങ്ങനെ ഞാൻ പോണ്ടിച്ചേരിയിലേക്ക് പോകുന്നു. 2 ആഴ്ച അവിടെ താമസിക്കുന്നു. അതിനുശേഷം ഞാൻ വരുന്നു. അങ്ങനെ വലിയ ത്രെഡ് ഉണ്ടായിരുന്നു, വലിയ ഭീഷണി എനിക്കെതിരെ ഉണ്ടായിരുന്നു. ഇതാണ് സന്തോഷ് മാധവൻ്റെ ഏകദേശം കഥ.